കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പരിഷ്കരണ യജ്ഞത്തിന്റെ ഭാഗമായി ഒരു നവ ഉണർവ് നേടിയെടുക്കാൻ വിദ്യാഭ്യാസങ്ങൾക്ക് കഴിയുകയും സ്വകാര്യ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളുകളിലേക്ക് ക്ഷണിക്കാതെ തന്നെ ആകർഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വലിയ പദ്ധതികൾ നടപ്പിലാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ ഒന്നാം സർക്കാർ മുന്നോട്ട് വെച്ച ആശയമാണ് സ്കൂളുകളുടെ നവീകരണം. ആ കാലഘട്ടത്തിൽ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ടുള്ള ശ്രീ മണിറാം, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ മണിറാവും നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളെ ധാരാളം സ്കൂളുകൾ നൽകി സഹായിച്ചു. അതിലൊരു പ്രധാന സ്കൂളാണ് കുണ്ടയം സ്കൂൾ. ഒരുപക്ഷെ കേരളത്തിൽ നബാർഡ് ഫണ്ടിൽ നിന്നും ഒരു LP സ്കൂളിന് ഒരു UP സ്കൂളിനും പണം കൊടുക്കുന്നത് ആദ്യമായി കുണ്ടയത്തും ഇളമ്പലുമല്ല. ഇളമ്പൽ UP സ്കൂളും കുണ്ടയം പണം അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സാധാരണ നബാർഡിൽ പണം അനുവദിക്കുന്ന ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിന്റെ ഉത്തരവ് പോലും വാങ്ങിയെടുത്തത്. എന്ന് ഞാൻ പറയുമായിരുന്നു, ഇവിടെ പുതിയ സ്കൂൾ കൊണ്ടുവരുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയിലൂടെ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ നിന്നും കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിയത് വളരെ മുമ്പ് തന്നെ. സാജു ഖാൻ പറഞ്ഞതുപോലെ ഈ സ്കൂളിലേക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടായി. ഞാൻ 2001 പത്തനാപുരത്തിലെ ഒരു ജനപ്രതിനിധിയാകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയ കാലം മുതൽ സർക്കാർ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുള്ള 2 സ്കൂളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്പർ 1 കുണ്ടയം സ്കൂളായിരുന്നു. എത്ര സ്വകാര്യ സ്കൂളുകൾ വന്നാലും സർക്കാർ സ്കൂളുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമെന്ന നല്ല മനസ്സോടെയുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കുണ്ടയത്തുള്ളത്. അതിന്റെ വിജയമാണ് ഇന്ന് കാണുന്ന ഈ അതിമനോഹരമായ ഈ നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് ഏറ്റവും വലിയ കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നത്. സ്കൂളിന്റെ അല്ല, LP സ്കൂളുകളിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ കെട്ടിടം ഇത് തന്നെയായിരിക്കും. 4 ക്ലാസ്സുകളുള്ള LP സ്കൂളിലേക്ക് ഒരു പ്രീ പ്രൈമറിയിൽ ഉള്ള ഒരു LP സ്കൂളിൽ ഇത്രയും വലിയ കെട്ടിടം 3 നിലയുള്ള കെട്ടിടവും ഇതിന് മുകളിൽ ഓഡിറ്റോറിയം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള 2 കോടി ചെലവഴിച്ചുള്ള കെട്ടിടം ഒരുപക്ഷെ ഇവിടെ വേറെ എവിടെയും ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂൾ വളരാനുള്ള കാരണം ഇവിടുത്തെ രക്ഷിതാക്കളാണ്. ഇപ്പോഴത്തെ രക്ഷിതാക്കൾ മാത്രമേ, മുൻ രക്ഷിതാക്കൾ, ഇവിടുത്തെ മുൻ PTA പ്രസിഡന്റുമാരെല്ലാം വേദിയിലുണ്ട്. നമ്മളൊരു നാട്ടുകാരുടെ ഒരു സ്നേഹമാണ്. ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ 2 കാര്യങ്ങളിൽ നല്ല തിരക്കാണ്. ഈ സ്കൂളിന്റെ പ്രോഗ്രാമിൽ വരുമ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടാവും, കുട്ടികളുണ്ടാവും, എല്ലാ രക്ഷിതാക്കളും വരും എന്നതാണ് നമുക്ക് സന്തോഷിക്കുന്നത്. ഒരു സ്കൂൾ രാഷ്ട്രീയം നടത്തിയാൽ കുഞ്ഞുങ്ങളും വരും, അവരുടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാരെല്ലാവരും വരും. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരാണ്. ഏറ്റവും നല്ല ടീമാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിൽ 75% സ്ത്രീകളാണ് എന്നാണ് നോക്കിയത്. അതിൽ വേറെ സന്തോഷം കൂടിയുണ്ട്. വോട്ടെണ്ണുമ്പോൾ അതിലൊരു 75% എനിക്കാണ് വോട്ട് ചെയ്യുന്നതിനുള്ള സന്തോഷവും എനിക്കുണ്ട്. അതിന്റെ ഒരു നന്ദി കൂടിയാണ്. അതിന് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു സമ്മാനമാണ് കുണ്ടയത്തെ ഈ മനോഹരമായ സ്കൂള് നിർമ്മിച്ചു തരുന്നത് എന്നോട്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും കുണ്ടയത്തെ സഹോദരിമാരും സഹോദരന്മാരും, പ്രത്യേകിച്ച് സഹോദരിമാരെന്ന് ആദ്യം പറയും, കാരണം ഈ ബൂത്തിൽ വോട്ട് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണ്. അതിന്റെ ബഹുഭൂരിപക്ഷവും വന്നു ചേരുന്നത്, ഇവരുടെ വളരെ വലിയ ഭൂരിപക്ഷം വന്നു ചേരുന്നത് എന്റെ ചിഹ്നത്തിലും എന്റെ പേരിനോട് ചേർന്നുമാണ് എന്നുള്ള നിങ്ങളുടെ ആ സ്നേഹത്തിന്റെ സമ്മാനമാണ്. ഒരു കാര്യത്തിൽ സഞ്ജു ഖാൻ ഓർമ്മിപ്പിച്ചതിന് ഞാൻ പറയാണ്, കുണ്ടയത്തെ കുണ്ടയമാക്കി മാറ്റുന്നതിൽ ഞാൻ വഹിച്ച പങ്ക് ആർക്കും മറക്കാനുള്ളത്. കുണ്ടയം പാലം പണിഞ്ഞതുകൊണ്ടാണ് ഈ കുണ്ടയം ശിവക്ഷേത്രത്തിനപ്പുറം ലോകം ഇവിടെ അവസാനിക്കുകയായിരുന്നു. 2001 ലോകം കുണ്ടയം ശിവക്ഷേത്രത്തിന്റെ ഇപ്പുറത്ത് വെച്ച് 23 അമ്പലവും വളരെ മോശം കണ്ടീഷനിലായിരുന്നു. പിന്നീട് അമ്പലം വളർന്നു. ആ ഭാഗത്തേക്ക് ഒരുപക്ഷെ ഈ സ്കൂള് കഴിഞ്ഞാൽ താഴോട്ട് ആളുകൾ അധികം പോകാത്ത ഒരു ഭാഗം. ഇവിടെ വരെ ടാറുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ടാറില്ലായിരുന്നു. ആ പാലം വന്നുകൂടി 2 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുകയും കുണ്ടയത്ത് താമസിക്കുന്നവർക്കും പത്തനാപുരത്ത് താമസിക്കുന്നവർക്കും പട്ടാഴി വടക്കേക്കരയ്ക്ക് പോകാൻ 8 കിലോമീറ്റർ ലാഭിക്കുകയും ചെയ്തുകൊണ്ട് ആദ്യമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ഒരു പാലം. ആ പാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏത് കാര്യം കുണ്ടയത്ത് ചിന്തിക്കുമ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട വീരാപ്പുഴ ചേട്ടൻ. ഞാനിപ്പോഴും ഓർക്കുന്നുള്ളൂ, പാലത്തിന്റെ ഉദ്ഘാടനം തന്ന ഒരു കപ്പലിലേക്ക് വാശി നിന്നുകൊണ്ട് വീരാപ്പുഴ ചേട്ടൻ ആ ആഹ്ലാദം പങ്കുവെച്ച നിമിഷം എന്റെ മനസ്സിൽ നിന്ന് കണ്ണിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു. അതിനുള്ള അതീതമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കുണ്ടയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചിട്ടുള്ള
മീരാപ്പളച്ചേട്ടന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്കിതിനിടയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും നല്ല പുരോഗതി നടക്കുന്ന ഒരു പ്രദേശമായി കുണ്ടയം മാറിയിരിക്കുന്നു. RTO ഓഫീസ് കുണ്ടയത്തെ കൊണ്ടുവന്നപ്പോൾ വലിയ എതിർപ്പുകൾ ഞാൻ നേരിടേണ്ടി വന്നു. ഇതുവഴി കടന്നു പോകാൻ വഴിയില്ല, കൊടുക്കരുത് എന്ന് അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ആരോ കത്തെഴുതി അയച്ചു. ഒടുവിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് RTO ഓഫീസ് കുണ്ടയത്ത് വന്നു. കുണ്ടയത്ത് നിന്ന് ഗാന്ധി ഭവൻ വന്ന ശേഷം ഗാന്ധി ഭവൻ കഴിഞ്ഞ ലോകാവസാനമല്ലായിരുന്നു. ബാബാസാറിന്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനമാണ്. തങ്ങൾ ബാബാസാറിന്റെ വീട് പോകും. അത് ഗാന്ധി ഭവൻ അങ്ങോട്ടങ്ങോട്ട് നീങ്ങി വന്നതുകൊണ്ടാണ് ആ ലോകാവസാനം മാറുന്നു. പട്ടാഴിയിൽ നിന്നും ഏറ്റവും മനോഹരമായ ഒരു പാലം. ഈ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മൾ മന്ത്രിയുടെ ഡേറ്റ് കിട്ടാൻ ആവശ്യപ്പെട്ട് നടത്തിയില്ലെങ്കിലും പണിയങ്ങ് നടന്നു. മഴയ്ക്ക് മുമ്പേ 3 തൂണും ഇനി വെളിയിലുണ്ട് വെള്ളത്തിൽ. 4ാമത് തൂണും പൊങ്ങി. ഇനി അക്കരയിലുള്ള കരയിലുള്ള ഒരു തൂണുകൂടി പൊങ്ങിയാൽ പാലം അതിവേഗത്തിൽ തീരുകയാണ്. ഇനിയിപ്പോ നിർമ്മാണ ഉദ്ഘാടനം വേണമെന്ന് ആലോചിച്ചാൽ മതി. ഒരു 7-8 മാസം കൊണ്ട് പാലം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പാലം വരുന്നതോടെ കുണ്ടയത്തിന്റെ മുഖച്ഛായ പിന്നെയും മാറും. കുണ്ടയത്ത് ഒന്നാന്തരം ഒരു ഇൻഡോർ കോർട്ട് നിർമ്മിച്ചു. പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. 1,40,00,000 രൂപ പദ്ധതി പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. പഞ്ചായത്ത് വ്യക്തിയെ ഏൽപ്പിച്ചു. പക്ഷെ ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ മുന്നിൽ എനിക്ക് പറയാണ്, ഷാജു ഖാനെ പോലുള്ള ചെറുപ്പക്കാർ നമ്മളെ ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ കുണ്ടയത്തുള്ള നസീറടക്കമുള്ളവരോട് ഒരു മെമ്പറാണ് എനിക്ക് പറയാനുള്ളത്, റിയാസിന് പറയാനുള്ളത്, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ. ആ സ്വിമ്മിംഗ് പൂളിൽ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. കുണ്ടയം സ്കൂളിലെ അടക്കമുള്ള മുഴുവൻ കുഞ്ഞുങ്ങളും നീന്തൽ പഠിക്കണം. പത്തനാപുരം പഞ്ചായത്തിൽ താമസിക്കുന്ന മുഴുവൻ ക്ലാസ്സുകളും 2ാം ക്ലാസ്സുകളുടെ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിച്ച് നമ്മുടെ ഈ മണ്ഡലത്തിന് നടുവിലൂടെ 26 കിലോമീറ്റർ കല്ലടയാറ് ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന കല്ലടയാറിൽ ഒരു കുഞ്ഞു പോലും മുങ്ങി മരിക്കാത്ത നിലയിൽ നാളത്തെ തലമുറയെ കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഞാൻ അവിടെ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞത്. ഈ നീളവെള്ളത്തിലെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണ്. ജനപ്രതിനിധികളോടും രാഷ്ട്രീയ പ്രവർത്തകരും പറയാനുള്ളത്, ആ സ്വിമ്മിംഗ് പൂളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സ്വിമ്മിംഗ് പൂളിൽ രാത്രികാലത്ത് ചാടി അതിൽ മൂത്രം ഒഴിച്ചു വയ്ക്കുന്നവന്മാരെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എല്ലാവരും ആലോചിക്കണം. കാരണം അതിനകത്ത് ഇറങ്ങി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. നമ്മുടെ കണ്ടി അടുത്ത കാലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യന്റെ തലയിലൂടെ മൂത്രം ഒഴിച്ച ആ നീരിന് തുല്യമാണ് ഈ കുഞ്ഞുങ്ങൾ കുളിക്കുന്ന ഈ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിക്കുന്ന അലവരാതി എന്ന് ഞാൻ പറയേണ്ടി വരുന്നതിൽ നിങ്ങൾക്ക് സത്യമല്ലേ? ആ നീചം ചെയ്തതുപോലെ ഒരു നീചകൃത്യമാണ് അവന്റെ മക്കള്, അവന്റെ കുഞ്ഞുങ്ങൾ, അവന്റെ സഹോദരങ്ങൾ, അവന്റെ കുഞ്ഞുമക്കൾ നീന്തി പഠിക്കുന്ന ആ പൂളിനകത്ത് ഇറങ്ങി മൂത്രം ഒഴിക്കുന്നവന്. ജപ്പാനിലൊരു സംവിധാനം, ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മൂത്രം ഒഴിച്ചാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരു പ്രത്യേക പൊടി കയറും. ജപ്പാനിലും സിംഗപ്പൂരിലൊക്കെ ഉണ്ട്. ഇതിൽ ഇറങ്ങി കുരുത്തകൾ കാണിച്ച് ഏതെങ്കിലും മൂത്രം ഒഴിച്ചാൽ പെട്ടെന്ന് ഈ സ്വിമ്മിംഗ് പൂളിന്റെ നിറം മാറും. അതോടെ അവരെയും പിടിക്കും. അങ്ങനെ പിടിക്കുന്നവര് ആ നഗരത്തിലുള്ള ഒരു ഹോട്ടലിലും ഇവന്റെ അവർ ലിസ്റ്റിൽ പേരും ഈ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിച്ചവന് ആ ഹോട്ടലില് ഒരു ഹോട്ടലിൽ മുറി കൊടുക്കരുത്. അവരങ്ങ് പ്രാക്ടീസ് ചെയ്യും. അവരെ സിസ്റ്റം അങ്ങനെയാണ്. കാരണം ഇത് ഇറങ്ങി അതിലെന്തോ ഒരു പൊടി ചേർക്കുന്നുണ്ട്. അതിൽ മൂത്രം ഒഴിച്ച് അപ്പം തന്നെ ചോര പോലെ മറന്നു മാറും. നിറം മാറി കഴിഞ്ഞാൽ അപ്പോഴേ പിടിച്ച് പുറത്താക്കിയാൽ മുറിയിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, നഗരത്തിലെ ഒരു ഹോട്ടലിലും ആ രാജ്യത്തെ ഒരു ഹോട്ടലിലും ഇവൻ മുറി കൊടുക്കരുത്. പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂളുള്ള മുറിയിൽ കൊടുക്കത്തില്ല. വല്ല ഗവൺമെന്റ് സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടലിൽ കേട്ടത്തില്ല. അതുപോലെ എന്തെങ്കിലും ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പൊടി ശകലം വാങ്ങിച്ചുകൊണ്ടിരാൻ ഞാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മൂത്രം അടിക്കുന്നവന്റെ നിറം നമുക്ക് കിട്ടും. അവനെ നാട്ടുകാർ ഓടിച്ചിട്ട് തന്നെ. അത്ര എനിക്ക് പറയാം. നാണമില്ലാത്ത പണികൾ നൽകും. നമ്മളെ കുഞ്ഞുങ്ങളെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ നിന്നല്ല, പട്ടാഴി വടക്കേക്കിലേക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകും. 4 കോളേജിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. MLA ഫണ്ടിലാണ് ഉണ്ടാക്കുന്നത്. അടുത്ത തലമുറ ചെറുപ്പക്കാർ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഡിഗ്രി പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പത്തനാപുരത്തേക്ക് ചെറിയ പൂളാണ്. പത്തനാപുരത്തെയും പട്ടാഴി വടക്കേക്കരയും പട്ടാഴിയിലെയും മുഴുവൻ കുഞ്ഞുങ്ങളെ പട്ടാഴി വടക്കേക്കര 4 കോളേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ നീന്തൽ പഠിക്കും. അപ്പൊ കുറച്ച് മുതിർന്ന കുട്ടികൾക്കും നീന്തൽ പരിശീലിക്കാൻ കഴിയും. ഡിഗ്രി വരെയുള്ള കുട്ടികളെ നമ്മൾ ആ പ്രായം വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ നീന്തൽ പഠിക്കാൻ, നീന്തൽ അറിയാത്ത പുറത്തുനിന്നുള്ളവർക്കും പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ മാനൂർ കോളേജിന്റെ മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള സ്ഥലം അവർ കാണിച്ചു തന്നു. ഒരു സ്വിമ്മിംഗ് പൂൾ, വലിയൊരു സ്വിമ്മിംഗ് പൂൾ അവിടെ പണിയും. അതിലൂടെ